യാതൊരുവനാണോ ഈ അക്ഷരസ്വരൂപമായ പരമാത്മാവിനെ അറിയാതെ തന്നെ ഈ ലോകത്ത് പ്രയാണം ചെയ്യുന്നത്, അയാൾ കൃപണനാണ്. കൃപണൻ എന്നതിനർത്ഥം ദീനനെന്നെടുത്താൽ അയാൾ ദീനൻ തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ അയാളുടെ ആത്മാവ് അഭാവഗ്രസ്തമായിട്ട് ദീനമായിരിക്കുന്നു. കർമ്മം ചെയ്ത് ഫലസമർപ്പണം ചെയ്യാതിരിക്കുക പിശുക്കനാണ്. അതായത് കർമ്മഫലം വേറെ ആർക്കും കിട്ടരുത് എന്ന് ആശിക്കുക, മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കാതിരിക്കുന്നത് തന്നെയാണ് പിശുക്കിൻ്റെ ലക്ഷണം. ഇപ്രകാരമുള്ള പിശുക്കന്മാർ കൃപണരാണ്, അവർ ഫലഹേതുവാണ്. ഇങ്ങനെ ഫലഹേതുവാകാതിരിക്കുന്നതിന് കൃപണതയെ, പിശുക്കിനെ ഉപേക്ഷിക്കണം. മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത, അതിലെ 2-ാം അധ്യായം സാഖ്യയോഗമാണ്. സാഖ്യയോഗത്തിലെ 49-ാം ശ്ലോകമാണ് നാം ചർച്ച ചെയ്തത്. ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗാത് ധനഞ്ജയ ബുദ്ധൗ ശരണമന്വിച്ഛ കൃപണാ ഫലഹേതവാൻ. ഫലഹേതുവായവൻ കൃപണനാണ് ഹേ അർജുന. ഇതാണ് നാം കണ്ടത്. കർമ്മയോഗത്തിൻ്റെ ഫലവും ക്രമവും സ്വരൂപവുമാണ് അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ശ്ലോകം 50 നാം കാണുമ്പോൾ കർമ്മയോഗത്തിൻ്റെ ഫലമെന്ത്, കർമ്മയോഗത്തിൻ്റെ സ്വരൂപമെന്ത്, കർമ്മയോഗത്തിൻ്റെ ക്രമമെന്താണ്. ഇപ്പോൾ കർമ്മയോഗത്തിൻ്റെ ഫലം, അതിൻ്റെ ക്രമം, അതിൻ്റെ സ്വരൂപം. കാരണം കർമ്മയോഗമാണ് വിവരിച്ചു വന്നത്. ആ കർമ്മയോഗപ്രകാരമാണ് ബുദ്ധിയിൽ ശരണം പ്രാപിക്കാൻ പറഞ്ഞത്. അതിൻ്റെ ക്രമത്തെയാണ് ഇനി കാണാൻ പോകുന്നത്. ശ്ലോകം നോക്കാം. ബുദ്ധിയുക്തോ ജഹാതീഹ ഉഭേ സുകൃത ദുഷ്കൃതേ തസ്മാത് യോഗായ യുജ്യസ്വ യോഗകർമ്മസു കൗശലം. ബുദ്ധിയുക്തോ ജഹാതീഹ ഉഭേ സുകൃത ദുഷ്കൃതേ തസ്മാത് യോഗായ യുജ്യസ്വ യോഗകർമ്മസു കൗശലം. ബുദ്ധിയുക്തഃ ഇഹ ഉഭേ സുകൃതദുഷ്കൃതേ ജഹാതി തസ്മാത് യോഗായ യുജ്യസ്വ യോഗഃ കർമ്മസു കൗശലം. ബുദ്ധിയുക്തഃ സമത്വബുദ്ധിയോടുകൂടിയ കർമ്മയോഗി, ബുദ്ധിയുക്തൻ. കർമ്മയോഗം കൊണ്ട് യുക്തമായ ബുദ്ധിയോടുകൂടിയവനായി തീർന്നവൻ ഇഹ, ഈ ജന്മത്തിൽ, ഇവിടെ. ഉഭേ സുകൃത ദുഷ്കൃതേ, പുണ്യപാപങ്ങൾ രണ്ടിനെയും ജഹാതി വിട്ടുനിൽക്കുന്നു. തസ്മാത് അതുകൊണ്ട് യോഗായ യുജ്യസ്വ കർമ്മയോഗത്തിനു വേണ്ടി നീ തയ്യാറാവുക. യോഗ കർമ്മയോഗം, കർമ്മസു കൗശലം
കർമാചരണത്തിലുള്ള സാമർഥ്യമാണ്. മാനവ സമൂഹത്തിന് ഭഗവത്ഗീത തരുന്ന ഏറ്റവും പ്രചണ്ഡമായ ദർശനങ്ങളിലൊന്ന് എങ്ങനെയോ മായാധീനനായി തീർന്ന് അവിദ്യാസ്വരൂപത്തിൽപ്പെട്ട് ജന്മമെടുത്ത മാനവന് മാനവജന്മം ഭഗവതർപ്പിതമായ കാര്യങ്ങൾക്കു വേണ്ടി മായാബന്ധങ്ങളില്ലാതെ മായയോടുകൂടി മായയെ ദാസിയാക്കി കളിക്കാൻ വരുന്നവരുണ്ട്. ഭഗവത് സ്വരൂപങ്ങൾ സാധാരണമാനവൻ മായാധീനനായിത്തീർന്ന് ജന്മമെടുത്തു വരുന്നവനാണ്. ആ മായയിൽ നിന്ന് മുക്തമാകുന്നതിന് പര്യാപ്തമായ യോഗത്തെ സമർത്ഥമായി ഉപയോഗിച്ച് കടന്നു പോകുന്നവനാണ് പുണ്യവാൻ, അല്ലെങ്കിൽ ബുദ്ധിയോഗം കൊണ്ട് യുക്തനായവൻ, കർമ്മയോഗിയായവൻ. ആ കർമ്മയോഗി ഈ ജന്മത്തിൽ തന്നെ, ഇനിയൊരു ജന്മം അവന് വേണ്ട, ഈ ലോകത്തിൽ ഈ ഒരു ജന്മത്തിൽ തന്നെ ഇവിടെ സുകൃതവും ദുഷ്കൃതവും പുണ്യവും പാപവും രണ്ടിനെയും വിട്ടു നിൽക്കുന്നു. പുണ്യപാപങ്ങൾ രണ്ടിനെയും വിട്ട് തസ്മാത് അതുകൊണ്ട് യോഗായ യുജ്യസ്വ കർമ്മയോഗത്തിനു വേണ്ടി ഹേ അർജുന നീ തയ്യാറാവുക. യോഗ എന്താണ് കർമ്മയോഗം? കർമ്മയോഗം കർമാചരണത്തിലുള്ള സാമർഥ്യമാകുന്നു. ഹേ അർജുന, കർമാചരണത്തിലുള്ള സാമർഥ്യം തന്നെയാണ് കർമ്മയോഗം. നീ കർമാചരണത്തിൽ സമർത്ഥനായിത്തീരുക. ഫലം സിദ്ധിച്ചാലും ഇല്ലെങ്കിലും സംഗമേതുമില്ലാതെ ഈശ്വരങ്കൽ ശരണാഗതനായി കർമ്മം ചെയ്യുന്ന കർമ്മയോഗി ഫലമുണ്ടായാലും ഫലമില്ലെങ്കിലും അതിൽ സംഘം കൂടാതെ കർത്തവ്യകർമ്മങ്ങളെ ഉപേക്ഷിക്കാതെ ഭഗവത് ശരണാഗതനായി കർമ്മത്തെ ചെയ്യുന്ന കർമ്മയോഗി പുണ്യപാപങ്ങളെ പ്രാപിക്കുന്നില്ല. അതുകൊണ്ട് ഹേ അർജുന, നീ കർമ്മയോഗം അനുഷ്ഠിക്കുക. ഇങ്ങനെ കർമ്മയോഗം ചെയ്തുകൊണ്ട് തന്നെ കർമ്മഫലത്തെ ഇല്ലാതാക്കുന്ന സാമർഥ്യത്തെയാണ് കർമ്മയോഗം എന്ന് പണ്ഡിതന്മാർ പറയുന്നത്. കർമ്മവും തദ്വാര ജന്മവും വീണ്ടും കർമ്മവും ഇങ്ങനെ ചാക്രികമായ ഈ സംസാരത്തെ ഇല്ലാതാക്കാൻ, നശിപ്പിക്കാൻ തത്വജ്ഞാനം ഒന്നുകൊണ്ട് മാത്രമേ കഴിയൂ. അന്ധക്കരണം ശുദ്ധമായാൽ മാത്രമേ തത്വജ്ഞാനം വിളങ്ങൂ. അന്ധക്കരണ ശുദ്ധിക്ക് കർമ്മയോഗമാണ് വഴി. അപ്പോൾ കർമ്മം ചെയ്ത് ചിത്തശുദ്ധിയും ജ്ഞാനവും സംസാര നിവൃത്തിയും നേടുക എന്നതാണ് കർമ്മത്തെ സംബന്ധിച്ചുള്ള കൗശലം അഥവാ സാമർഥ്യം. അതുകൊണ്ട് നീ കർമ്മയോഗത്തിലാണ് പ്രവർത്തിക്കേണ്ടത് ഹേ അർജുന. ബുദ്ധിയുക്തനായ പുരുഷൻ സുകൃതം ഏവം ദുഷ്കൃതം
ഇവ രണ്ടിനെയും ഈ ലോകത്തിൽ തന്നെ ത്യജിക്കുന്നു. സുകൃതത്തെയും ത്യജിക്കുന്നു, ദുഷ്കൃതത്തെയും ത്യജിക്കുന്നു. അതുകൊണ്ടവർ യോഗാർത്ഥം മുന്നേറുന്നു. ഇങ്ങനെ സുകൃതത്തെയും ദുഷ്കൃതത്തെയും ത്യജിച്ച് യോഗാർത്ഥം മുന്നേറുന്ന കർമ്മ കൗശലമാണ് യോഗം. മാ കർമ്മ ഫലഹേതുർഭൂ. ഈ തൃതീയ സൂത്രത്തിൽ, ഈ മൂന്നാമത്തെ സൂത്രത്തിൽ കർമ്മഫലഹേതുത്വം, ആ കർമ്മഫലഹേതു ആകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണ് കർമ്മഫലത്തിന് ഹേതുവാകുന്നത്? ഇതിൻ്റെ ഉത്തരമാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. കൃപണാഹ ഫലഹേതവ. കൃപണനാണ് ഫലഹേതുവാകുന്നത്. കൃപണന്റെ വ്യാഖ്യാനവും നാം കണ്ടു. യോവ ഏതദക്ഷരം ഗാർഗ്യവിദിത്വൈ തസ്മല്ലോകാത് പ്രേതി സകൃപണഃ. യോവ ഏതദക്ഷരം ഗാർഗ്യ വിദിത്വൈ തസ്മാത് ലോകാത് പ്രേതി സകൃപണഃ. യാതൊരുവനാണോ ഈ അക്ഷരസ്വരൂപമായ പരമാത്മാവിനെ അറിയാതെ തന്നെ ഈ ലോകത്ത് പ്രയാണം ചെയ്യുന്നത്, അയാൾ കൃപണനാണ്. എന്നാൽ എന്തുകൊണ്ടയാൾ കൃപണനാണ്? കൃപണൻ എന്നതിനർത്ഥം ദീനനെന്നെടുത്താൽ അയാൾ ദീനൻ തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ അയാളുടെ ആത്മാവ് അഭാവഗ്രസ്തമായിട്ട് ദീനമായിരിക്കുന്നു. കൃപണനെന്നാൽ പിശുക്കനെന്നർത്ഥമുണ്ട്. അതും സംഗതിയാണ്. കർമ്മം ചെയ്ത് ഫലസമർപ്പണം ചെയ്യാതിരിക്കുക പിശുക്കനാണ്. അതായത് കർമ്മഫലം വേറെ ആർക്കും കിട്ടരുത് എന്ന് ആശിക്കുക, മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കാതിരിക്കുന്നത് തന്നെയാണ് പിശുക്കിൻ്റെ ലക്ഷണം. ഇപ്രകാരമുള്ള പിശുക്കന്മാർ കൃപണരാണ്. അവർ ഫലഹേതുവാണ്. ഇങ്ങനെ ഫലഹേതുവാകാതിരിക്കുന്നതിന് കൃപണതയെ, പിശുക്കിനെ ഉപേക്ഷിക്കണം. ആത്മജ്ഞാന ശൂന്യത തന്നെയാണ് കൃപണത. സൂര്യൻ്റെ പ്രകാശവും പ്രജയാണ് സൂര്യൻ. അതാർക്കും ലഭിക്കരുത് എന്ന് വിചാരിച്ചാൽ നമ്മൾ ഇരുട്ടിലാവും. ഈ പ്രപഞ്ചത്തിൽ ജീവനെടുത്തു വന്ന ആയിരം സസ്യജാലങ്ങളുണ്ട്. ഈ ജീവജാലങ്ങളെല്ലാം ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അതൊരു പ്രകൃതി നിയമമാണ്. മഹേശ്വരൻ്റെ ഈ മാഹാത്മ്യത്തെ ത്രിമാനങ്ങളായ അക്ഷരങ്ങൾ കൊണ്ട് സരസ്വതി വരച്ചു വച്ചിരിക്കുന്നതാണ് പ്രകൃതിയിൽ നോക്കിയാൽ എവിടെയും കാണുക. ഏതെല്ലാം തരം നെല്ലുവർഗ്ഗങ്ങൾ, ഗോതമ്പ് വർഗ്ഗങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, അവയെല്ലാം ഉണ്ടാവുകയും വളരുകയും വികസിക്കുകയും
പുഷ്പിക്കുകയും ഫലിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഓരോ ഘട്ടത്തിലും ലക്ഷോപലക്ഷം ജീവജാലങ്ങൾക്ക് ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നുണ്ട്. അതുപോലെ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അംശങ്ങളെയും വാക്കും മനസ്സും പ്രവൃത്തിയും അതിൻ്റെ ഫലങ്ങളെല്ലാം ഭഗവാനിൽ അർപ്പിച്ച് പരിപൂരിതമാക്കി സമസ്ത ജന കല്യാണത്തിനായിരിക്കണമെന്ന് സദാ സർവദാ ആഗ്രഹിക്കുക. ഒരു ജീവിക്ക് പോലും ദുഃഖം വരുത്താതെ എല്ലാത്തിനും സന്തോഷം വരുമാറ്, സംതൃപ്തിയുളവാകുമാറ്, ഒന്നിനെയും നിന്ദിക്കാതെ ജീവിക്കാൻ കഴിയുക. ആ തലത്തിൽ പ്രയത്നിക്കുക. പയോവാ ഏതദക്ഷരം ഗാർഗ്യവിദിത്വൈ തസ്മാല്ലോകാത് പ്രയേതി സകൃപണ. യാതൊരുവനാണോ അക്ഷര സ്വരൂപമായ ആത്മാവിനെ അറിയാത്തത്, സർവ്വതിലും ആത്മാവിനെ ദർശിക്കാതിരിക്കുന്നത്, ആ കൃപണതയെ ഉപേക്ഷിക്കുക. ആ കൃപണൻ ഫലഹേതുവാണ്. ആത്മജ്ഞാനശൂന്യത അതുപേക്ഷിക്കുക എന്നാൽ ആത്മജ്ഞാനം എല്ലാ പ്രകാരത്തിലും പ്രാപ്തമാകുന്നതിന് പ്രയത്നിക്കുക. ആയത് ബുദ്ധൗ ശരണമന്വിച്ഛ എന്നതുകൊണ്ട് പറഞ്ഞു. ബുദ്ധിയുടെ അർത്ഥം ആത്മതത്വജ്ഞാനമെന്നാണ്. ജ്ഞാനബുദ്ധി എന്ന് തുടങ്ങിയ ശബ്ദങ്ങൾ പര്യാപ്തവാചികളാണ്. ബുദ്ധിരുപലബ്ധിർ ജ്ഞാനമിത്യനർത്ഥാന്തരം. എന്നിങ്ങനെ ന്യായസൂത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ബുദ്ധി, ഉപലബ്ധി, ജ്ഞാനം ഇത്യർത്ഥാന്തരം. ബുദ്ധിരുപലബ്ധി ജ്ഞാനമിത്യർത്ഥാന്തരം. പര്യായവാചികളാണ് ഈ ശബ്ദങ്ങൾ. ബുദ്ധി, ഉപലബ്ധി, ജ്ഞാനം. ജ്ഞാനത്തിൽ ശരണാഗതനാവുക. ജ്ഞാനത്തിൽ ശരണാഗതനാവുന്നതെങ്ങനെ? അതിന് വിവിദിഷ വേണം. വിവിദിഷ തന്നെ ജ്ഞാനശരണാഗതി. വിവിദിഷ എങ്ങനെയുണ്ടാവും? ഇത് ഉപനിഷത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്. തമേവ വേദാനുവചനേന ബ്രാഹ്മണാ വിവിദിഷന്തി യജ്ഞേന ദാനേന തപസാ അനാശകേന. ഉപനിഷത്ത് ഇങ്ങനെയാണ് പറയുന്നത്. തമമേവ വേദാനുവചനേന തമേവ വേദാനുവചനേന ബ്രാഹ്മണാ വിവിദിഷന്തി യജ്ഞേന ദാനേന തപസാനകാശേന തപസാനാശകേന. കർമ്മം ചെയ്യുന്നതുകൊണ്ട് വിവിദിഷ ഉളവാകും. അനാശകേന എന്നതെല്ലാത്തിനോടും ചേർക്കണം. അനാശകേന യജ്ഞേന അനാശകേന ദാനേന അനാശകേന തപസ എന്നിങ്ങനെ അനാശകേന എന്നാൽ നാശമില്ലാത്തത് എന്നല്ല. അതിനർത്ഥം മറിച്ച് ന വിദ്യതേ
നാശോ യസ്യ എന്നിങ്ങനെ ബഹുവ്രീഹി സമാസം ചെയ്ത് പ്രത്യയം ചെയ്തിരിക്കണം. ന വിദ്യതേ നാശോ യസ്യ ബഹുവ്രീഹിയാണ് സമാസം. ഏതൊന്നിൻ്റെ നാശമില്ലാതിരിക്കുന്നുവോ അത് അനാശകം. അപ്രകാരം നാശമില്ലാത്ത യജ്ഞം, നാശരഹിതമായ യജ്ഞം, നാശരഹിതമായ ദാനം, നാശരഹിതമായ തപസ് എന്നിവ കൊണ്ട് വിവിധിഷ ഉണ്ടാകും. ഇതാണ് ഭാരതത്തിൽ ഹിന്ദുക്കൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. എന്നിട്ട് കുശുമ്പും കുന്നായ്മയും വെച്ച് ഇതര മതങ്ങളെ നേരിടാൻ പോകുന്നത്. ഇത് പൗരാണിക കാലത്ത് ഇതര മതങ്ങൾ ചെയ്ത പണിയാണ്. യൂറോപ്പിൻ്റെ കേന്ദ്രങ്ങളിൽ ഇസ്ലാമും ക്രിസ്ത്യാനിയുമൊക്കെ പരസ്പരം പോരടിച്ച് ദേശപരവും കാലപരവുമായ കാര്യങ്ങളിലേർപ്പെട്ട് ചെയ്ത പണികൾ നാശമുള്ള പണികളാണ് ചെയ്തു വച്ചത്. അതിൻ്റെ വിനാശങ്ങളിൽ നിന്ന് അവരിനിയും കരകയറിയിട്ടില്ല. ഭാരതം താന്താങ്ങളുടെ സർഗാത്മകത നിലനിന്നതും വിവിധിഷയെ നേടിയതും യജ്ഞദാന തപസ്സുകളാലാണ്. ഭൗതികതയ്ക്കു വേണ്ടിയാണ് യൂറോപ്പ് ഈ ലോകം മുഴുവൻ ഓടിയത്. എല്ലാ കണ്ടുപിടുത്തങ്ങളുടെ പിന്നിലും, എല്ലാ ഓട്ടങ്ങളുടെ പിന്നിലും, എല്ലാ രാജ്യാന്തര യാത്രകളുടെ പിന്നിലും, എല്ലാ അന്വേഷണങ്ങളുടെ പിന്നിലും ധനാഗമ മാർഗമാണ് ഉണ്ടായിരുന്നത്. ധനം സമ്പാദിച്ചു കൂട്ടുന്നതിനും വ്യവസായം ചെയ്യുന്നതിനും വേണ്ടിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമെല്ലാം വന്നത്. അല്ല ചെന്ന് കയറുന്ന നാട് നന്നാക്കാനൊന്നുമല്ല. അതിൻ്റെ സ്വഭാവ സവിശേഷതകളിൽ നിന്ന് അവരുടെ ഭാഷയും വ്യാകരണവും പഠിച്ച് നാം വിവിധിഷയെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. യജ്ഞവും ദാനവും തപസ്സും ഇല്ലാതായിരിക്കുന്നു. അനാശകമായ നാശമില്ലാത്ത യജ്ഞം, നാശരഹിതമായ യജ്ഞം നമുക്കുണ്ടായിരുന്നു. സാത്വികമായ യജ്ഞം, സാത്വികമായ ജ്ഞാനം നമുക്കുണ്ടായിരുന്നു. സാത്വികമായ തപസ് നമുക്കുണ്ടായിരുന്നു. സാത്വികമായ യജ്ഞവും ദാനവും തപസ്സും അതെല്ലാം നാം നഷ്ടപ്പെടുത്തി. എന്തിന്? നമ്മുടെ പൂർവ സൂരികളായ ആചാര്യന്മാരും അച്ഛനമ്മമാരും നമുക്ക് തന്ന മാർഗങ്ങൾ വിവിധിഷയ്ക്കുള്ളതായിരുന്നു. വിവിധിഷയെ ഇല്ലാതാകുന്ന വിധമായി നമ്മുടെ ജീവിതം. അപ്പോൾ രണ്ടു പ്രകാരത്തിൽ യജ്ഞവും ദാനവും തപസ്സും ഉണ്ട് എന്ന് ബോധ്യമാണ്. നാശമുള്ളതും നാശമില്ലാത്തതും. നാശമുള്ള തപസ്, നാശമില്ലാത്ത തപസ്. നാശമുള്ള യജ്ഞം, നാശമില്ലാത്ത ദാനം. അങ്ങനെ യജ്ഞവും ദാനവും തപസ്സും നാശമുള്ളതും നാശമില്ലാത്തതും എന്ന് രണ്ട്. അത് തന്നെ നമ്മൾ നേരത്തെ കണ്ടതാണ്. നേഹാഭിക്രമനാശോസ്തി. യോഗബുദ്ധിയിൽ ഏത് കർമ്മമുണ്ടോ അതിൽ അഭിക്രമനാശമില്ല. അപ്പോൾ യോഗബുദ്ധി വിഷയകമായ യജ്ഞം, ദാനം, ഏവം തപസ്സുകൊണ്ട് വിവിധിഷ ഉളവാകുന്നു. യോഗബുദ്ധി വിഷയകമായ യജ്ഞദാന തപകർമ്മങ്ങൾ കൊണ്ട് വിവിധിഷ ഉളവാകുന്നു എന്നർത്ഥം ലഭിക്കുന്നു. ബുദ്ധൗ ശരണമന്വിച്ഛ എന്നതിന് മറ്റൊരർത്ഥവും കഠോപനിഷത്തിൽ ബുദ്ധി സാരഥിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കഠോപനിഷത്ത് ആത്മാവ്, ശരീരം, ബുദ്ധി ഇവയെ പറയുമ്പോൾ ആത്മാവ് രഥി, ശരീരം രഥം, ബുദ്ധി സാരഥി, ഏവം മനസ്സു കടിഞ്ഞാൺ എന്നിങ്ങനെ നിരൂപണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സങ്കേതം നാം മുൻ ശ്ലോകത്തിൽ വ്യാഖ്യാനിച്ചു. അതനുസരിച്ച്
ഭഗവാൻ ശ്രീകൃഷ്ണനിൽ ശരണാഗതി അടയുക എന്നും പറഞ്ഞു. അതിൽ നിന്ന് വിവിധിഷ ഉളവാ. ഇങ്ങനെ വിവിധിഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന മഹത്തായ ഗീതയെ അർജുനനെ നിമിത്തമാക്കി ലോകജനതയുടെ മുഴുവൻ ഉദ്ധാരണത്തിനായി. എത്ര കൃപാലുവാണ് ഭഗവാൻ! എന്തൊരു സ്നേഹനിധിയാണ്! അപാര കരുണാമൂർത്തിയായ, അദ്വൈത ജ്ഞാനമൂർത്തിയായ ഹേ ഭഗവാൻ, അങ്ങയുടെ പാദകമലങ്ങളിൽ ഞങ്ങൾ നമിക്കുന്നു.